നമ്മുടെ ഭാരതത്തിന്റെ വിശ്വകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കവിതയുടെ അർത്ഥം അതിങ്ങനെയാണ്. ഒരിക്കൽ ഒരാൾ ഒരു ദീപവുമായി ദീപാവലി മേള നടക്കുന്നിടത്തേക്ക് പോവുകയായിരുന്നു. വഴിയിൽ ഇരുട്ടു നിറഞ്ഞ ചില കുടിലുകൾക്ക് മുന്നിൽ കൂടി അദ്ദേഹം കടന്നു പോകേണ്ടതുണ്ട്. ആ കയ്യിലെ വെളിച്ചം കണ്ട് ഈ കുടിലിലെ താമസക്കാർ ഒരല്പം തീ പകരുന്നതിന് വേണ്ടി യാചിച്ചു. പക്ഷേ അയാൾ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ ഈ ദീപവുമായിട്ട് ആ ദീപാവലി മേള നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവസാനം ആ കവിതയുടെ അവസാനം ടാഗോർ പറയുന്നൊരു കാര്യമുണ്ട്. അനേകമായിരം ദീപാവലി വിളക്കുകളുടെ കൂട്ടത്തിൽ ഒന്നായി മാത്രം അയാളുടെ വിളക്കും അലിഞ്ഞു ചേർന്നു എന്ന്. ഒരുപക്ഷെ അയാൾ ആ വരുന്ന വഴിക്ക് ആ കുടിലുകളിൽ ഒരല്പം തീ പകർന്നിരുന്നുവെങ്കിലോ ആ ജനതയ്ക്കും പിന്നീട് ആ വഴിയിൽ വരുന്നവർക്കുമൊക്കെയും വെളിച്ചം വിതറാൻ അയാൾക്ക് കഴിയുമായിരുന്നു അല്ലേ? ഒരു വഴിവിളക്കായി അത് മാറുമായിരുന്നു. ഈ കവിത ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നാം പിന്നിടുന്ന പാതയിൽ നമ്മൾ ആർക്കൊക്കെ വെളിച്ചം വിതറുന്നു എന്നുള്ളതാണ്. അങ്ങനെ വെളിച്ചമായി മാറിയ ഒരു കവിയായിരുന്നു നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രവീന്ദ്രനാഥ ടാഗോർ. എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ 84ാം ഓർമ്മ ദിനം കൂടിയാണെന്ന്. ഇന്ന് ഹലോ മലയാളത്തിൻ്റെ മോർണിംഗ് മോട്ടിവേറ്ററിൽ ടാഗോറിൻ്റെ വാക്കുകൾ ഓർത്തെടുത്ത് തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലേ? ആപത്തുകളിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നല്ല പ്രാർത്ഥന, അവയെ ഭയപ്പെടാതെ നേരിടാനാകണമേ എന്നതാണ്. ശരിയല്ലേ? നമ്മളൊക്കെ ആപത്തുകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാവല്ലേ എന്നാണ് ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ. പക്ഷെ നമ്മൾ തന്നെ വിശ്വസിച്ചാൽ, നമ്മുടെ കഴിവുകളിൽ ആത്മവിശ്വാസം ഉണ്ടായാൽ വെല്ലുവിളികളെയൊക്കെ ഭയക്കുകയല്ല, മറിച്ച് അതിനെ മറികടക്കാനുള്ള അതിജീവിക്കാനുള്ള ആർജവവും ധൈര്യവും കണ്ടെത്തും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരാജയമൊക്കെ നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ സംഭവിക്കാം, നമ്മൾക്കൊക്കെയും തിരിച്ചടി ഉണ്ടാകാം. പക്ഷെ അതിനെയൊക്കെ നമ്മൾ ഭയന്ന് പിന്മാറാതെ എന്ത് ചെയ്യണം? അതിജീവിച്ച് മുന്നേറണം അല്ലേ? അതൊക്കെ നമ്മുടെ മാത്രം ചോയ്സുമാണ്. ടാഗോറിന്റെ കവിത ഓർമ്മിപ്പിക്കുന്നത് പോലെ നാം ആർക്കൊക്കെ വെളിച്ചമായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ഓരോ നിമിഷവും നമുക്ക് ഫലപ്രദമാക്കാം, വെളിച്ചം പകരുന്നവരാകാം, ശുഭപ്രതീക്ഷയോടെ മുന്നേറാം.